ഔസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ഹൃദയരെ, നമ്മളെല്ലാവരും ദൈവസ്നേഹം അനുഭവിക്കുന്നവരാണ്. മറ്റുള്ളവരെക്കാൾ അധികം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനും ഞാനാണ് മറ്റുള്ളവരെക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനും നമ്മളിൽ പലർക്കും വലിയ താല്പര്യവുമാണ്. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് വാഗ്ദാനപ്രകാരം രണ്ടാമതും വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുക്കമില്ലാത്തതിനാൽ പലർക്കും ഭയമാണ്. അങ്ങനെ നമ്മൾ ഭയക്കേണ്ടതായിട്ടുണ്ടോ? സെന്റ് ജോസഫ് കുടുംബ കലാകേന്ദ്ര സ്നേഹ പുരസ്കാരം സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്. ത്രേസ്യാകൊച്ചേ, നീ ഇവിടെ ഉണ്ടായിരുന്നോടെ? ഞാനിപ്പോ തന്നെ വരുമെന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇനി വന്നതേ ഉള്ളൂ. അല്ലേലും തോമാച്ചൻ സ്നേഹമുള്ളവനാ. നിന്റെ കയ്യിൽ താപോലില്ലേ ആ വാരിലൊന്ന് ഉറക്ക. ബാബുകളെല്ലാം അകത്തേക്ക് തന്നെ വയ്യാണ്ടായി. ഇത്തിരി കാറ്റുകൊണ്ട് നട്ടപ്പാടൊന്ന് പോയി വിശ്രമിക്കണം. നിന്റെ വേഷം കണ്ടിട്ട് നീ വീട്ടിൽ നല്ല നീ എവിടെ പോയിരുന്നു? നിങ്ങൾക്ക് പല കഴിഞ്ഞാണ് തോമാച്ചൻ നല്ല വിളിച്ചത്. മോനെ, അമ്മച്ചിയുടെ കയ്യിലൊന്ന് പിടിച്ചോടാ. വാമച്ചി എന്നെ കൂടെ ഒന്ന് പിടിച്ചോടാ പറഞ്ഞേ. പിടിച്ചു അമ്മച്ചി. എന്താണെന്നേ, ഇപ്പോൾ പറയുന്ന പോലെ ഒന്നും അല്ലടി. എനിക്ക് സ്റ്റെപ്പ് ഒന്നും കേറാൻ പറ്റാണ്ടായി. അത് പിന്നെ വയസ്സും പ്രായമൊക്കെ ആയി വേടി അറിയാമേ നമുക്ക്. പിന്നെ വയസ്സും പ്രായമായവരൊക്കെ താഴെ നേരമൊക്കെ പെയിന്റടിച്ച് ഓഫീസിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോ ഞാനൊന്നും ചോദിച്ചില്ല, ആ താഴെ കൂടിയുണ്ടല്ലോ. നീ എന്നതാ പറഞ്ഞത് വയസ്സാ കൊച്ചേ? ഞാനൊന്നും ശരി ശരി. ആ മാത്തുക്കുട്ടിയുടെ മകളുടെ കല്യാണത്തിന് പോകാൻ നേരാന്ന് ഞാൻ പറഞ്ഞതാ എന്റെ താണ്ടമ്മേ. പിന്നെ എന്നാ മാത്തുക്കുട്ടി ഇവിടെ വന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞത് കൊണ്ടാ ഞാനങ്ങ് പോയത്. പിന്നെ എന്നാ എല്ലാവരെയും ഒന്ന് കണ്ടു. അതുകൊണ്ടല്ല വേണ്ടമ്മേ നിനക്ക് എന്നോടൊപ്പം ഇങ്ങോട്ട് പോരാൻ കഴിഞ്ഞത്. അത് ശരിയാടിയെന്നറിയാമേ. പിന്നെ അമ്മയുടെ മൂത്താങ്ങളുടെ ഇളയ മകനല്ലേ നമ്മുടെ മാത്തിക്കുട്ടി. അവളോട് ഞാൻ പറഞ്ഞതാ എനിക്കാവുന്നില്ലാന്ന്. നിന്നെ ദൂരെ കണ്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിന്നെ കാണാനുള്ള കൊടി കൊണ്ട് ഞാൻ പറഞ്ഞതാടി. നമ്മൾ എങ്ങനെ കഴിഞ്ഞതാ. നമ്മൾ ആങ്ങളെ പെങ്ങന്മാരുടെ മക്കളായതുകൊണ്ട് അമ്മ വീടായ നിന്റെ വീട്ടിലായിരുന്നില്ലേ എന്റെ താമസം. അങ്ങനെ ഒരു മനസ്സോടെ അല്ലേ നമ്മള് കഴിഞ്ഞത്. നോക്കട്ടെ എന്നാലും അമ്മച്ചിമാരെ, നിങ്ങൾ രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്.
മുടിയൊക്കെ കറുപ്പിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇവിടുന്ന് പോയപ്പോ എന്നാ കോലമായിരുന്നു. അപ്പൂപ്പൻ താടി പോലെയുള്ള മുടിയും ചുറ്റിച്ചുളിഞ്ഞ് ഒന്നും പറയണ്ട. ഈ ചെറുക്കം പറയുന്നത് കേട്ടോളാണെന്നേ, എന്താ കോലമാടി നമ്മുടേത്. ആ അന്നമോളുടെ റൂപേഷനും ആ പെൺപിള്ളേരെല്ലാരും കൂടി നമ്മളെ ആകെ നാണക്കേടാക്കിയല്ലോ. എല്ലാരും കൂടെ നമ്മളെ ഒരുക്കുന്ന തിരക്കായിരുന്നില്ലേ? പട്ടുസാരികളൊക്കെ ഡൗണന്മാരെ നമ്മളെ ഉടുപ്പിക്കാൻ വന്നതല്ലേ. ഓ, എന്റെ ഉള്ള ജീവൻ ഞങ്ങള് കൂടി. ഇനി അപ്പോഴേക്ക് മാക്കുകൂട്ടി വന്ന് നമ്മളെ രക്ഷിച്ചു. പിള്ളേർക്കൊക്കെ നമ്മളോട് വലിയ സ്നേഹമാണ്. പക്ഷെ നമ്മുടെ ഇഷ്ടവും പ്രായവും നോക്കണ്ടേ? ഇതൊക്കെ ഒന്ന് കളയണമല്ലോ വേണ്ടമ്മേ. കൊച്ചുമോനെ, നീ ത്രേസ്യ കൊച്ചിനോട് ഇത്തിരി ചൂടുവെള്ളം ഞങ്ങളുടെ കുളിമുറിയിലൊന്ന് വെച്ചേക്കാൻ പറഞ്ഞേക്കടാ. ശരിയമ്മച്ചി. ത്രേസ്യാമ്മച്ചി, അതല്ല പറയാമേ, എനിക്കൊരു സംശയം. അമേരിക്ക പോലെ ഒരു നാട്ടിൽ നിന്ന് നിന്റെ കൊച്ചുമോൻ എന്തിനാ അവന്റെ അപ്പന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നത്? അവിടെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ? അവിടെ ഇല്ലാത്ത ഒന്നും ഇവിടെ ഉണ്ട്. ഇവിടെ എനിക്ക് എന്റെ അമ്മച്ചിയുടെ സ്നേഹമുണ്ട്. അമ്മച്ചിക്ക് എന്നെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഞാൻ കഴിച്ചോ, ഞാൻ പഠിച്ചോ, ഞാൻ പ്രാർത്ഥിച്ചോ, പള്ളിയിൽ പോയോ, എനിക്ക് സന്തോഷമാണോ എന്ന് അമ്മച്ചി എപ്പോഴും അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അവിടെ എന്റെ കാര്യങ്ങൾ നോക്കുവാൻ ആരുമില്ല. മമ്മിക്കും ഡാഡിക്കും എപ്പോഴും തിരക്കാണ്. പിന്നെ വാർത്തയും ഡോറും. അമ്മച്ചിക്കാണെങ്കിൽ അവിടെ വന്ന് താമസിക്കാൻ പറ്റുകയില്ല. ഇവിടെ അമ്മച്ചിയുടെ കൂടെ വന്ന് താമസിക്കാൻ ഞാൻ എത്രമാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാവോ? ശരിയാണേ, അവന്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല ഇവിടെ നിർത്താൻ. പിന്നെ എന്നാ കൊച്ചിന്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞതടിച്ചു. അവിടുത്തെ വൈദ്യന്മാർക്കൊന്നും ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ കൊണ്ടുവന്നപ്പോ കൊച്ചിന്റെ എല്ലാ ദീനവും മാറി. അവര് പിന്നെ കൊച്ചിനെ കൊണ്ട് അമേരിക്കയിലേക്ക് തിരിച്ചു പോയതാ. അവിടെ ചെന്നപ്പോ വീണ്ടും തുടങ്ങി കൊച്ചിന് ദീനം. അപ്പോൾ അവിടെയുള്ള വൈദ്യന്മാർ പറഞ്ഞു നാട്ടിൽ തന്നെ കൊണ്ടുപോയി അമ്മച്ചിയുടെ കയ്യിലാക്കാൻ. അങ്ങനെ ആ കൊച്ചിയുടെ ആയത്. ഈടെ പാട്ടിൽ നിൽക്കുന്നത് അവസാനക്ക് രണ്ടാമതിനെ കുറിച്ചുള്ള പാട്ടല്ലയോ മനോഹരമായിരുന്നല്ലോ. അമ്മച്ചി, അതെ, ഇവിടുത്തെ ഫാമിലി യൂണിറ്റിന്റെ വാർഷികത്തിന് അങ്കിൾമാരും ആന്റിമാരും പാടിയ പാട്ടാ എന്റെ ഫ്രണ്ട്സ് മൊബൈലിൽ അയച്ചത്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് മുതൽ നമ്മളെ കേൾക്കുന്നതല്ലോ മറിയാമേ. കർത്താവ് വീണ്ടും വരുമെന്ന് അതെങ്ങനെ ഉള്ളതാണോ? ഈ കർത്താവ് എപ്പോ വരാൻ? അത് ഉള്ളതാണമ്മേ. സമയമാകുമ്പോൾ കർത്താവിന്ന് വരും. ചിലപ്പോ നമ്മുടെ ഈ തലമുറയിൽ തന്നെ അത് സംഭവിച്ചെന്നും വരും. കർത്താവിന്റെ രണ്ടാം വരവ് അതൊരു ഗംഭീരമായ വരവായിരിക്കും. എല്ലാ മഹത്വത്തോടുകൂടിയായിരിക്കും കർത്താവ് എഴുന്നള്ളുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ മേഘങ്ങളിൽ എതിരേൽക്കാൻ നമുക്ക് കഴിയുന്നതാണ്. മനോഹരമായ ആ കാഴ്ചയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിന്നെ കാലമായി കഴിക്കുന്നു. കർത്താവ് എപ്പോഴും മരണം വരുന്ന അറിയാം. കർത്താവിന്റെ വരവ് അത് എന്ത് വർത്തമാനമാ ത്രേസ്യാകൊച്ചേ നീ പറയുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായത്തില് 9 മുതലുള്ള തിരുവചനങ്ങൾ നീ വായിച്ചിട്ടില്ലേ? അവൻ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു വേഗം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലയേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. നിനക്കറിയാമോ ത്രേസ്യാമേ,
അല്പം കാറ്റുകൊണ്ടിരിക്കും പറഞ്ഞ് ആവതില്ലാതെ ഈ മട്ടുപ്പാവിലേക്ക് ഞാൻ കയറി വരുന്നത് എന്തിനാണ്? വല്ലപ്പോഴും ഇവിടെ വരുമ്പോ ആകാശത്തേക്ക് നോക്കി കർത്താവിനോട് ഞാൻ ചോദിക്കും, നീ എപ്പോഴാ എന്റെ കർത്താവേ ഈ ഭൂമിയിലേക്ക് സർവമലത്തോട് കൂടി എഴുന്നള്ളുന്നതെന്ന്. എന്നാലും എന്റെ മറിയാമ്മ ഈ പ്രായത്തിലും വചനങ്ങളൊക്കെ നീ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ എങ്ങനെ മറക്കാനാ എന്റെ കാണമ്മേ? ആയ കാലത്ത് കിട്ടുന്ന സമയമൊക്കെ വചനവായനത്തിൽ നൽകിയത് കൊണ്ട് കണ്ടുപിടിക്കാത്ത ഈ പ്രായത്തിൽ ഇപ്പോൾ അതൊക്കെ ഓർക്കുന്നതാണ് എനിക്കൊരാശ്വാസം. കൊച്ചുമ നിനക്ക് ബൈബിളൊന്നും വായിച്ചു തരത്തില്ലയോ? കൊച്ചിന് മലയാളം അത്രയ്ക്ക് അറിയത്തില്ലെങ്കിലും മൊബൈൽ നോക്കി എനിക്ക് കേൾപ്പിച്ചു തരും. എന്നാലും നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് തിരുവചനങ്ങളൊക്കെ ഒന്ന് നോക്കി വായിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സുഖമൊന്നും കിട്ടില്ല എന്റെ കാന്തമ്മേ. അല്ല മറിയാമ്മേ, കർത്താവ് കിഴക്കുന്ന ആള് വരുന്നതെന്നല്ലേ പറയുന്നത്. അപ്പൊ നീ ആകാശത്തേക്ക് നോക്കുമ്പോ നേരെ മുകളിലേക്കാണോ അതോ കിഴക്കോട്ട് നോക്കിയാണോ നോക്കുന്നത്? കിഴക്ക് എന്ന ദിക്ക് സൂചിപ്പിക്കുന്നത് സൂര്യോദയത്തിനല്ലേ? അപ്പോൾ പടിഞ്ഞാറോ സൂര്യാസ്തമയവും. നിത്യപ്രകാശമായ നീതി സൂര്യനായ യേശു ക്രിസ്തു നമ്മുടെ കർത്താവ് ഉദിച്ചു നിൽക്കുന്നത് സ്വർഗത്തിലല്ലേ? അതുകൊണ്ട് കിഴക്ക് സ്വർഗവും പടിഞ്ഞാറ് ഭൂമിയുമാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് കർത്താവിന്റെ ആഗമനം. ഇടിമിന്നലിന്റെ വേഗത പോലെ ഞൊടിയിടയിൽ അത് സംഭവിക്കും. ഭൂമിയുടെ ദിക്കല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ഹൃദയം എപ്പോഴും സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വർഗത്തിൽ നിന്ന് സർവമഹത്വത്തോടും പ്രതാപത്തോടും കൂടെ കർത്താവ് കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എവിടെ നിന്നാലും എല്ലാവർക്കും ഒരുപോലെ കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കും. നമ്മൾ നമ്മുടെ കർത്താവിനെ കാണാൻ ക്ഷമാപൂർവം ഹൃദയം ഒരുക്കി കാത്തിരുന്നാൽ മതി. അമ്മച്ചിയെ കർത്താവ് വരുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അപ്പോൾ കാണുമ്പോൾ അമ്മച്ചിയുടെ പൊന്നുമോൻ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കർത്താവല്ലയോ വരുന്നത്. ഉച്ചകൾ പറയുന്നത് ആരുണ്ട് അറിയാമേ? സൂര്യൻ ഇരുണ്ട് പോയി ചന്ദ്രൻ പ്രകാശം തരികയല്ല, ഭൂമിയിൽ അന്ധകാരമായി സമയത്തല്ലേ ആ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ഉള്ളത് പറയാമല്ലോ എന്നറിയാമേ. എനിക്കത് ഓർക്കുന്നതിന്റെ പേടിയാണ്. അതിൽ കർത്താവ് വരുന്നത് എന്തിനാ ന്യായവിധിക്കല്ലോ നമ്മൾ നിൽക്കാനായി. നീ പറയുന്നത് കർത്താവ് ന്യായവിധിക്ക് വരുന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാണ്. നമ്മുടെ ശരീരം ഈശോയുടേതല്ലേ? ഈ ഭൂമിയും നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുമെല്ലാം കർത്താവ് നമ്മൾക്ക് തൽക്കാലം താമസിക്കുവാൻ തന്നതല്ലയോ? നമ്മുടെ ഈശോ സ്വർഗത്തിലല്ലേ ജീവിക്കുന്നത്? നമ്മളെന്നും ഈശോയുടെ കൂടെ ജീവിക്കുവാനായി ഈശോ നമുക്ക് ഭവനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനോ മാലാഖമാരുമായി വലിയ ആഘോഷത്തോടെ കർത്താവ് വരുന്നത്. താണ്ടമ്മേ, ആ മത്തായി സുവിശേഷൻ 24-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിന്നെ പേടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയാം. കൊച്ചുമോനെ, നമ്മുടെ വീട്ടിലെ ബൾബുകളുടെ സ്വിച്ചെല്ലാം ഒന്ന് ഓഫാക്കിയേ. ഓ നിങ്ങൾ എനിക്ക് ആളെ കൂടി പേടിയാവുന്നു. ഇനി എന്തിനാണ് ഏറ്റവും കത്താൻ വിളിച്ചോട്ടാണോ? വേണ്ടെങ്കിൽ വേണ്ട. കൊച്ചുമോനെ, നമ്മുടെ വീട്ടിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്താൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ മുഴുവൻ ഇരുട്ടലാകും. അതത്രയേ ഉള്ളൂ. ഈ സൂര്യ
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം കർത്താവ് സൃഷ്ടിച്ചതല്ലേ. അതിന്റെ എല്ലാം സ്വിച്ചുകൾ സ്വർഗത്തിലാ. നമ്മുടെ യേശു ഭൂമിയിലേക്ക് വരാൻ പോകുന്ന സമയമാകുമ്പോൾ മാലാഖമാർ സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും എല്ലാ സ്വിച്ചുകളും ഓഫാക്കും. അപ്പോൾ ഭൂമി മുഴുവൻ ഇരുട്ടിലാകും. മാലാഖമാർ കാഹളനാദം മുഴക്കും. ആകാശ ശക്തികളിളകും. അത് വലിയ ശബ്ദമായിരിക്കും. മനുഷ്യപുത്രന്റെ വരവറിയിക്കുന്ന സൂചനകളാണത്. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെടും. നീതി സൂര്യനായ നമ്മുടെ ഈശോ എഴുന്നള്ളുമ്പോൾ ഈ ഭൂമി മുഴുവൻ സ്വർഗീയ പ്രകാശം കൊണ്ട് നിറയും. വാനമേഘങ്ങളിൽ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ വരുന്ന വലിയ രാജാവായ ഈശോ എഴുന്നള്ളുന്നത് കാണുമ്പോൾ നമുക്ക് പേടിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? യേശുവിനെ കാണുമ്പോൾ നമ്മൾ ജയ് വിളിക്കണം. എങ്ങനെ? നമുക്കറിയാവുന്ന രീതികളിലൊക്കെ നമുക്ക് നമ്മുടെ യേശുവിനെ വിളിച്ച് ആഹ്ലാദത്തോടെ നമുക്ക് നമ്മുടെ യേശുവിനെ സ്വീകരിക്കണം. ആഹാ, കൊള്ളാമല്ലോ അമ്മച്ചി. അപ്പൊ പെരുന്നാളിനേക്കാളും വലിയ പൊടിപ്പൂരമായിരിക്കുമല്ലേ കർത്താവിന്റെ വരവ്? സ്വർഗത്തിലെ മാലാഖമാരാണ് പെരുന്നാൾ നടത്തുന്നത് എന്ന് മാത്രം. അതെ, കർത്താവിന്റെ വരവ് നമ്മുടെയൊക്കെ പള്ളിപ്പെരുന്നാളിനൊടുവിൽ ഉള്ളതുപോലെ വലിയ സ്നേഹവിരുന്നും ഉണ്ടാകും. പക്ഷേ നമ്മുടെ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ എല്ലാവരും കാണുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന നല്ല വസ്ത്രങ്ങളും മറ്റുമാണ്. എന്നാൽ സ്വർഗം ഒരുക്കുന്ന പെരുന്നാളിൽ മാലാഖമാർ നമ്മുടെ വസ്ത്രങ്ങളല്ല ഹൃദയങ്ങളാണ് നോക്കുക. നമ്മുടെ ഹൃദയം നിറയെ അഴുക്കാണെങ്കിൽ അവർ സ്നേഹവിരുന്നിനൊന്നും നമ്മെ കൊണ്ടുപോകുകയല്ല. നമുക്കാണാതെ പേടിയും പരവേശവും സങ്കടവും കുറ്റബോധവും വിഷമവും ഒക്കെ ആയിരിക്കും. അറിയാമേ, ധൈര്യമില്ലടി. എനിക്ക് നിന്നേക്കാൾ ഒരുപോലെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ഒഴുകുന്നത് അറിയത്തില്ല. നമുക്ക് ഒരുങ്ങാൻ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. മുമ്പുകൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. സുഭാഷിതം എന്ന പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തില് 6 മുതലുള്ള തിരുവചനങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. മടിയനായ മനുഷ്യ, എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽ കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. മടിയാ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്നുണരുക? ഉറുമ്പുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? തയ്യാറെടുപ്പ്. ഉറുമ്പുകൾ ശൈത്യകാലത്തേക്കുള്ള ഭക്ഷണം സംഭരിക്കുന്നു. പങ്കുവെപ്പ്. അവർ പരസ്പരം ഭക്ഷണം പങ്കുവെക്കുന്നു. അവരുടെ ഐക്യം. അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. അവരുടെ ഊർജ്ജസ്വത. വളരെ ചെറിയ ജീവിയാണെങ്കിലും സ്വന്തം ഭാരത്തേക്കാൾ 10 മടങ്ങ് ശക്തി അവർക്കുണ്ട്. അവരുടെ ജാഗ്രത എന്നുള്ളത് അവരുടെ ഒരു മുഖമുദ്ര തന്നെയാണ്. നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലേ കർത്താവ് വരുമെന്ന്. അപ്പോൾ ഉറുമ്പുകൾ ചെയ്യുന്നത് പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് ഒരുങ്ങി ഈശോയെ സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തില് കർത്താവ് നമുക്കൊരു ഒറ്റമൂലി തന്നിട്ടുണ്ട്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് സ്നേഹിച്ച് ഒരു കൂട്ടായ്മയിൽ ക്ഷമിച്ചും സഹിച്ചും ഒന്നിച്ച് നമുക്ക് നമ്മുടെ ഈശോയെ സ്വീകരിക്കണ്ടേ. വചനമാകുന്ന ഭക്ഷണം
മുൻപുകളെ പോലെ സംഭരിച്ച് പങ്കുവെച്ച് കർത്താവ് ആഗതനാകുമ്പോ നിങ്ങൾ അവിടുത്തെ സ്വീകരിക്കുമോ? ഉറപ്പാണ്. യേശുവെ കാണുമ്പോൾ നമ്മൾ ആർപ്പ് വിളിക്കുന്നല്ലേ? എങ്ങനെ? ജയ് ജയ് ക്രിസ്തുരാജൻ, യേശു ക്രിസ്തു നിങ്ങളാൽ വാഴട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ ചൂടായി കാണും. നിങ്ങൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ കഞ്ഞി വെച്ച് തരാം. പത്താണെങ്കിൽ ആ മാസം വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. ചേച്ചിയോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് തെറ്റാണ് മനസ്സിലായത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്റെ ത്രേസ്യാമേ, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണേ. അമ്മച്ചി, എനിക്ക് ശരിക്കും അമ്മച്ചിയുടെ സ്നേഹം ഉണ്ടായിരുന്നില്ല. എന്നോട് ക്ഷമിക്കണം അമ്മച്ചി.